ദി സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ്. കാണുന്നത് പുറമേയുള്ള തിളക്കം മാത്രം. ആരെയും വിലക്കാൻ ശക്തിയുള്ളവർ, സഹകരിക്കുന്നവർക്ക് കോഡ് പേരുകൾ, അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൻ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടിന് 233 പേജുകളാണുള്ളത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത്. 233 പേജുകളുടെ വിശദാംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വ്യക്തികളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറിയിട്ടില്ല. ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളും റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ്, 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും വെളിപ്പെടുത്തിയിട്ടില്ല. റിപ്പോർട്ടിന്റെ അനുബന്ധവും പുറത്തുവിട്ടിട്ടില്ല. റിപ്പോർട്ട് ആരംഭിക്കുന്നത് ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് എന്ന വാചകത്തോടെയാണ്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെന്നും ഇത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുമെന്നും അവസരം വേണമെങ്കിൽ മുറി തുറന്നു കൊടുക്കണമെന്നുള്ള പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരുണ്ടെന്നും നടിമാർ നിശബ്ദം സഹിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അരക്ഷിതർ. സിനിമാ സെറ്റുകളിൽ ഇടനിലക്കാരടക്കം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആലിംഗന സീനിന് 17 റീടേക്ക് എടുത്തതായുള്ള മൊഴിയും ഇക്കൂട്ടത്തിലുണ്ട്. സിനിമയിൽ പുരുഷാധിപത്യം. ഒരേ തൊഴിലെടുക്കുന്ന സ്ത്രീയെയും പുരുഷനെയും പരിഗണിച്ചാൽ അവിടെ സ്ത്രീയെ കുറഞ്ഞ മൂല്യമുള്ളയാളാക്കി കണക്കാക്കൽ, സിനിമാ മേഖലയിലുള്ളവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കപ്പെടുന്നില്ല എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തുകയാണ്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്. സഹകരിക്കുന്നവർ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന ലേബലിലാണ് അറിയപ്പെടുക. ഏതാനും നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് സിനിമാ മേഖല ഭരിക്കുന്നത്. ഇവർ ഇവിടം കൈയടക്കി വെച്ചിരിക്കുകയാണ്. പോലീസിന്റെയും ഭരണ സംവിധാനത്തിന്റെയും അടക്കം വീഴ്ച ഇതിലുണ്ടെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. മയക്കുമരുന്ന് സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ മോശം പരാമർശങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. 2017 ജൂലൈയിലായിരുന്നു സർക്കാർ മലയാള സിനിമയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. സ്ത്രീകൾ നേരിടുന്ന വിവേചനം അന്വേഷിക്കാൻ പാനലിനെ നിയോഗിക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചത്. കെ ഹേമയ്ക്ക് പുറമെ KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. കമ്മിറ്റിക്ക് മുമ്പിൽ താനും മൊഴി നൽകിയതാണെന്നും ഇക്കാര്യങ്ങളടക്കം പുറത്തു വന്നാലുള്ള പ്രത്യാഘാതങ്ങളിൽ ആശങ്കയുണ്ടെന്നും അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമേ പുറത്തുവിടാവൂ എന്നുമായിരുന്നു നടി രഞ്ജിനി കഴിഞ്ഞ ദിവസം നൽകിയ ഹർജി. രഞ്ജിനി നൽകിയ ഹർജി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്.